ഒരു പെണ്ണിനായാലും ആണിനായാലും അവരുടെ ഒരു പെയറിനെ ആയിരിക്കും അവരാഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. എനിക്ക് എന്നെ സ്നേഹിക്കുന്ന, എന്നെ കെയർ ചെയ്യുന്ന, എന്നെ കുട്ടിയെപ്പോലെ കാണുന്ന, എൻ്റെ ബിഹേവിയറൊക്കെ അങ്ങനെയാണ്, ചെറിയ കുട്ടികളുടെ സ്വഭാവമാണ്. അങ്ങനെയൊക്കെ എന്നെ കൊണ്ട് നടക്കുന്ന, എന്നെ കെയർ ചെയ്യുന്ന, ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരാൾ ലൈഫിൽ വന്നാൽ ഞാൻ ഓക്കെ ആവുമെന്ന് എനിക്കറിയാം. അങ്ങനെയൊന്നും ഒരാൾ ഈ ജന്മത്ത് കിട്ടാനും പോണില്ല, ഇല്ലേം താനും. മനസ്സിലായോ? ആ ഒരു പേടി എനിക്ക് അല്ലാണ്ടുണ്ട്. പിന്നെ നിങ്ങളെയൊക്കെ ഞാൻ പറഞ്ഞില്ല, ടെലിഗ്രാം ഐ ഡി എന്തായാലും ഞാൻ ജൂൺ കഴിയുമ്പോൾ ഞാൻ ഇടും. ഇട്ട് കഴിയുമ്പോൾ നിങ്ങളെയൊക്കെ ഒരുപാട് പേരുടെ സ്നേഹം എനിക്ക് വേണ്ടത്. അതിനിടയ്ക്ക് അടി, വഴക്ക്, വിഷമിപ്പിക്കലൊന്നും ഉണ്ടാവരുത്. പിന്നെ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരും. 2 ദിവസം 3 ദിവസം വൈകിയാലും ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരും. എൻ്റെ ഇൻസ്റ്റയിലുള്ളവർക്കറിയാം, എല്ലാവരും എന്നോട് നല്ല രീതിയിലാണ് ഇൻസ്റ്റയിലുള്ളവർ. ഇന്നേ വരെ ആരും മോശമായിട്ടൊന്നും എന്നോട് ബിഹേവ് ചെയ്തിട്ടില്ല. ഞാനെന്തോ അതുകൊണ്ട് ലക്കാണ്. ഇനി നമ്മൾ ചില പെൺപിള്ളേർ പറയും അവരെ അത് പറഞ്ഞ് ഇത് പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല നമ്മൾ അവരോട് കാണിക്കുന്ന സ്നേഹമാണോ അവർ നമ്മളോട് കാണിക്കുന്ന എന്താണെന്ന് പറഞ്ഞിട്ടില്ല എന്നല്ല, പറഞ്ഞിട്ടുള്ളവരുണ്ട്. പിന്നെ സ്വാഭാവികം, ഒരു പെണ്ണിനെ കാണുമ്പോൾ പലരും ഇഷ്ടമാണെന്ന് പറയാം. സെക്ഷുവലി അപ്രോച്ച് ചെയ്യുന്നവരുണ്ടാവാം. ഞാനതിന് തക്കതായ മറുപടി കൊടുക്കാം. ഇത് സ്വാഭാവികമാണ്, മനസ്സിലായി. അതിനെ ഊതിപ്പെരുപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമുക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആ ടോപ്പിക്ക് അവർ പറയുകയില്ല. നമ്മളതിനെ അവരെ എൻകറേജ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളതിനെ വലിയ ഊതിപ്പെരുപ്പിച്ച് വലിയ അടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കല്യാണം കഴിയാത്ത ചെക്കന്മാരാകുമ്പം നമ്മളവിടെയൊക്കെ ചോദിക്കും. കല്യാണം കഴിഞ്ഞവരും പറയുന്നവരുണ്ട്, നല്ല ഭാര്യയൊക്കെ വെച്ചിട്ട് വന്ന് തോണ്ടാൻ വരുന്നവരും ഉണ്ട്. മനസ്സിലായോ? നമ്മൾ ഒന്ന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മളെ ശല്യം ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ നമ്മളതിൽ ബോധേഡാവേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളോട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നു. എനിക്ക് ഇതുവരെയും കിട്ടിയ ഫ്രണ്ട്സ് എല്ലാം അങ്ങനെയാണ്. ഇനി അങ്ങനെ മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ലോണം അറിയാം. ഒരാളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന് എനിക്ക് നല്ലോണം അറിയാം, ആണിനെയായാലും പെണ്ണിനെയായാലും. പിന്നെ ഞാനെപ്പോഴും ആഗ്രഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത് പോലെ തന്നെ എന്നെ ഇങ്ങോട്ടൊന്ന് പ്രപ്പോസ് ചെയ്യുന്ന, പ്ലീസ് പ്രപ്പോസ് ചെയ്യാൻ വരുമ്പോൾ നല്ല ഹൈറ്റും വെയ്റ്റും ഒക്കെ ഉള്ള ഒരാളായിരിക്കണം. പിന്നെ തൻ്റെ ഇടമുള്ള ആളായിരിക്കണം. ആണത്തുള്ള ഒരാണായിരിക്കണം. ചീറ്റ് ചെയ്തിട്ട് പോകുന്നവരായിരിക്കരുത്. ചീറ്റ് ചെയ്താൽ, ഞാൻ ചീറ്റ് ചെയ്തിട്ട് വെറുതെ വിടില്ല. വിടുന്നുണ്ടെങ്കിൽ ക്ഷമിച്ച്